നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഈ പേഴ്സൺ എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ, നിങ്ങളുടെ മനസ്സിലുള്ള ആൾ, അതൊരു നിങ്ങളുടെ ഒരു ക്രഷ് ആയിരിക്കാം, നിങ്ങളോട് നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ആളായിരിക്കാം, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അവരോട് ഒരു ഫീലിംഗ് ഉണ്ട്. എന്തും അങ്ങനെയുള്ള ഇതും ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണോട്, ആണായാലും പെണ്ണായാലും, പേഴ്സണോട് സ്നേഹമുണ്ടെങ്കിൽ ആ പേഴ്സണെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പേഴ്സണെ മനസ്സിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് സാമ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനേ അപ്പോൾ 1, 2, 3 നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർഡ്സ് മാറ്റാം അല്ലേ. രണ്ടാമത്തെ കാർഡ് മാറ്റി, മൂന്നാമത്തെ കാർഡും മാറ്റി. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാനി ഭഗവാനെ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. രണ്ട് കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി വരുമെന്ന് നോക്കാം. ഒന്നും കൂടി ഷഫിൾ ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഇല്ല, വന്നില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള രണ്ട് കാർഡുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ കാർഡ് പറയുന്നത് റീബേർത്ത് ഓഫ് ലോർഡ് ഗണേശ, കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത തെറ്റുകൾ, നിങ്ങൾ ചെയ്ത തെറ്റുകളുടെ ഇപ്പോൾ ആണ് കറക്റ്റ് സമയം നിങ്ങൾക്ക് അത് തെറ്റുകൾ തിരുത്താനും പിന്നെ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാനും. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ആ തെറ്റ് ചെയ്തു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും, ആ തെറ്റിനെ. പിന്നെ ചിലപ്പോൾ ആ തെറ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കും. എന്നാലും ഒരു നേരിയ ഒരു കരട് നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്ക് തോന്നും, മനസാക്ഷി പറയും തെറ്റ് ചെയ്തു എന്ന്, പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്ത് എടുക്കും. അപ്പോൾ അത് നമുക്കൊരു അസുഖമായിട്ട് വളരാൻ സാധ്യതയുണ്ട്. അത് ഇമോഷണലും എല്ലാം പ്രശ്നങ്ങളുണ്ടാവും, ഫിസിക്കൽ പ്രശ്നങ്ങളൊക്കെ, മാനസിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ അംഗീകരിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും അതിനുള്ള പ്രതിവിധി ചെയ്യാനുമുള്ള കറക്റ്റായ സമയം ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ത്രിശൂലമാണ് കാണിക്കുന്നത്, ട്രൈഡൻറ്റ് ദ പവർ. ട്രൈഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞതയെ മാറ്റുന്നതാണ്, ഇരുട്ടിനെ മാറ്റുന്നതാണ്, ഭേദിക്കുന്നതാണ് ഈ ത്രിശൂലം. അപ്പോൾ ഇത് സ്പിരിച്വൽ ഗ്രോത്തിന് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരമുണ്ട് മനസ്സിൽ, അല്ലെങ്കിൽ ഒരു മിഥ്യാബോധമുണ്ട്, അത് മാറ്റുക എന്നും കൂടിയാണ് യൂണിവേഴ്സ് പറഞ്ഞത്. നമ്മൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആവുമ്പോൾ, സ്പിരിച്വലായ ഒരാളുടെ മനസ്സിൽ അഹങ്കാരം പാടില്ല എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല എന്നൊരു തിരിച്ചറിവാണ്. അത് 99.9% ആൾക്കാർക്കും വരിക ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എന്നൊരു ഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു 90% എങ്കിലും മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം. ഒരു 10% പോട്ടെ, 90 വേണ്ട, 10% അത് മാറ്റിയെടുക്കാൻ പറ്റിയാലേ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം മാറ്റിയെടുക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തത്
ഫോർ ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. അപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ മാനസിക നില, ഈ പേഴ്സൺ ഒരു ഡൈവോഴ്സിൽ കൂടി പോകുന്ന ഒരാളായിരിക്കാം, ഒരു സെപ്പറേഷനിൽ കൂടെ പോകുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോയിട്ട് വിവാഹം കഴിക്കുന്നതിന് തലേന്ന് ഓടിക്കളഞ്ഞ ഒരാളായിരിക്കാം. വിവാഹത്തിനോട് പേടിയുള്ള, ഒരു കമ്മിറ്റ്മെൻറ്റിനോട് പേടിയുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ വിവാഹം കഴിഞ്ഞാലും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എനർജി പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികാവസ്ഥ കാണിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണത്. എർത്ത് സയൻസ്, പല സോഡിയാക് സയൻസും പല തരത്തിലാണ് കാര്യങ്ങൾ കാണുക. എർത്ത് സയൻസ് പൊതുവെ റിലേഷൻഷിപ്പ്, വെർഗോ ഒഴിച്ച് ബാക്കിയെല്ലാം ടോറസും ക്യാപ്രിക്കോണും ഒരു വിവാഹം കഴിച്ചാൽ ലീഗൽ ബോണ്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഡിവോഴ്സിൻ്റെ അങ്ങോട്ട് പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എർത്ത് സയൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റ് സയൻസിന് അത്ര പ്രശ്നമില്ല. അവർ തെറ്റ് ചെയ്തു, തെറ്റായി, ശരിയാവുന്നില്ല എന്നൊന്നില്ലെങ്കിൽ അവർ ഡിവോഴ്സിന് ഫയൽ ചെയ്യും. വേണ്ട, എനിക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും നമ്മൾ, മറ്റുള്ളവർ. ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് കാണിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈനിന് ഏരീസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ലിയോ കുറേ അഡ്ജസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ വേണ്ടാന്ന് വയ്ക്കും. സാജിറ്റേറിയസ് റിലേഷൻഷിപ്പിൽ നിന്നാലും ചില സമയത്ത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നോക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. എല്ലാ ഏരീസും എല്ലാ ടോറസും എല്ലാ ലിയോയും എല്ലാ സജിറ്റേറിയസും പറഞ്ഞ ക്യാരക്ടർ ആവണമെന്നില്ല. നമ്മളുടെ ഒരു സോഡിയാക് സൈൻ നോക്കുമ്പോൾ അതിനകത്ത് പല പ്ലാനറ്റ്സുകളുണ്ട്, പല സോഡിയാക് സൈൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പം വീനസിൽ ഏത് പ്ലാനറ്റ് സോഡിയാക് ആണ്, നിങ്ങളുടെ എന്താ പറയുക, സൺ സൈൻ ഒന്ന്, മൂൺ സൈൻ വേറെ ഒന്ന്, വീനസ് സൈൻ വേറെ ഒന്ന്, ജൂപ്പിറ്റർ വേറെ ഒന്ന്. അപ്പോൾ പല സോഡിയാക് സൈൻസ് ചേർന്നതാണ് നമ്മളുടെ ശരിക്കുമുള്ളൊരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഒരു സാജിറ്റേറിയസ് ഇങ്ങനെ ആയിരിക്കും, ഒരു ഏരീസ് ഇങ്ങനെ ആയിരിക്കും, ഒരു ടോറസ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബേസിക് ട്രേറ്റ്സ് എല്ലാവരുടെയും ഏകദേശം ഒരുപോലെ ആയിരിക്കും. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ കാർഡ് ഒന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിറ്റി ഇല്ല എന്നാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടില്ല. ഈ പേഴ്സൺ മുങ്ങി നടക്കുകയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടില്ല. അതുപോലെ ഈ പേഴ്സൺ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ഒരു വിവാഹം നടക്കാൻ പോകുന്നുണ്ട്, മാക്സിമം വിവാഹം ഡിലേ ചെയ്യാനുള്ള ഒരു തോന്നലാണ്, ഒരു പ്ലാനിങ് ആണ് ഈ പേഴ്സൻ്റെ. മനസ്സിലായോ? അപ്പോൾ വിവാഹം വേണ്ടെന്ന് പറയാനുള്ള ധൈര്യമില്ല, പക്ഷേ വിവാഹം വേണ്ട, കല്യാണം കഴിക്കാൻ തീരുമാനം എടുത്തിട്ടില്ല, എൻ്റെ മനസ്സ് പ്രിപ്പയർഡ് അല്ല, അങ്ങനെയെല്ലാം ഒരു ഇത് കാണിക്കുന്ന ഡിവോഴ്സ് ആവാം, അല്ലെങ്കിൽ വിവാഹത്തിൽ കയറാനുള്ള ഒരു ബുദ്ധിമുട്ടാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇയാളുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ഈ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഒരു വിശ്വാസമില്ലായ്മ, ഒരു ഹോപ്പില്ല, ഒരു പ്രത്യാശയില്ല. ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരു നിരാശാബോധമുള്ള ഒരു എനർജി, നിരാശാബോധമുള്ള ഒരു എനർജി. അപ്പോൾ ഈ പേഴ്സൺ സെൽഫ് ഡെവലപ്മെൻറ്റിന് ട്രൈ ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം, അതും ചെയ്യുന്നില്ല. ഒളിച്ചോടാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പേഴ്സൺ ആണിത് കേട്ടോ. ഫൈറ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരാൾ. അപ്പോൾ നേരായ കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയാനും ചിലത് അങ്ങനെയാണ്, നമ്മൾ ഇഗ്നോർ ചെയ്യും. ഫേസ് ചെയ്യാൻ ധൈര്യമില്ല, ഇല്ല നോ എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഇതൊരു ദേശാടനത്തിന് പോയ പോലെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ അകന്നാ നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന, ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഈ പേഴ്സൺ ഒരു പേടിയുണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ, നിങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ? അതുകൊണ്ടാണോ ഈ പേഴ്സൺ ഒളിച്ചു നിൽക്കുന്നത്, ഒരു വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുന്നത്? ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, അത് ശേഷം ഭയങ്കര പ്രശ്നമാകുമെന്നൊരു ബോധമുള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ ഒളിച്ചു പോയേക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടാവും, വിവാഹം കഴിച്ചിട്ടില്ല എന്ന്, ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ്, പക്ഷെ നിങ്ങളുടെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളോട് ചിലപ്പോൾ നുണ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോൾ പേഴ്സൺ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതുകൊണ്ട് ഓടിയ ഒരാളായിരിക്കാം. കാരണം
ഈ പേഴ്സന്റെ ലൈഫിൽ ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പി ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഈ പേഴ്സൺ 10 ഓഫ് കപ്സ് ആണ്. ഇമോഷണലി ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പിന്നെ ഈ പേഴ്സൺ ഇതിൽ നിന്ന് അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ചെന്ന് ചേരാൻ നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ പേഴ്സന്റെ കറണ്ട് പാർട്ട്ണർ. അപ്പോൾ അവരും അറിയരുത് നിങ്ങളും അറിയരുത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഒരു അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഷ്ടംപോലെ ധനമുള്ള ഒരാളായതുകൊണ്ട് ആ ധനം മാത്രം പോരാ. മനസ്സിലായോ? ധനമുള്ളപ്പോൾ പണം സമ്പാദിക്കുമ്പോൾ ആൾക്കാർ കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പണമുള്ളവരുടെ ചുറ്റും ഇഷ്ടംപോലെ സ്ത്രീകളോ പുരുഷന്മാരോ. സ്ത്രീകൾ ഇഷ്ടംപോലെ പണമുള്ളവരാകുമ്പോൾ അവരുടെ ചുറ്റും പയ്യന്മാരുണ്ടാവും, ചെറുപ്പക്കാർ, കുട്ടികൾ, ആൺകുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര പൈസയുള്ള ആണുങ്ങളുടെ ചുറ്റും പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൈസ നമ്മൾ സമ്പാദിക്കുന്നത് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ, നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എനർജി അങ്ങനെയാണ്. അപ്പോൾ പൈസ ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഒരാളിൽ ഒതുങ്ങണം, ഒരു റിലേഷൻഷിപ്പിൽ ഒതുങ്ങുന്നത് എന്തിനാണ് എന്ന ചിന്തയുള്ള ഒരു എനർജിയാണ്. മനസ്സിലായോ? പക്ഷെ ഇവിടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയപ്പോൾ, നിങ്ങളുമായിട്ടൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ അതൊരു സീരിയസ് ഇതിലേക്ക് വന്നു. മനസ്സിലായി? ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി തമ്മിൽ പരിചയമുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും പറഞ്ഞ് ആകെ നാണക്കേടാവും, പ്രശ്നങ്ങളാവും, പൊട്ടിത്തെറിയാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ മാറി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ സ്കോർപിയോ ഉണ്ട്, വെർഗോ ഉണ്ട്, അക്വാരിയസ് ഉണ്ട്. ഇത്രയുമാണ് സോഡിയാക് സൈൻ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഇനി എന്താണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും ഈ പേഴ്സന്റെ? ഈ പേഴ്സൺ ഭയങ്കര ടെൻഷനിലേക്കാണ് ഈ പേഴ്സൺ പോകുന്നത് കേട്ടോ. ഭയങ്കര ടെൻഷനിലേക്കാണ് പോകുന്നത്. ഇതെങ്ങനെ നേരെയാക്കാമെന്നതിനെ കുറിച്ച് ഒരു പിടുത്തവും ഇല്ല പേഴ്സണ്. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ നിങ്ങളൊരു യങ് എനർജി ആവാനും വഴിയുണ്ട് ഈ പേഴ്സണേക്കാളും. അപ്പോൾ ഈ പേഴ്സന്റെ ഫാമിലി അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ, വീട്ടുകാരറിഞ്ഞാൽ, എല്ലാവരും അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അതെങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ അന്വേഷിക്കുന്നത്. വളരെ പേടിയോട് കൂടിയാണ് ഈ സിറ്റുവേഷനെ കാണുന്നത്. കാരണം വളരെ അധികം കാര്യങ്ങൾ ഇവിടെ ഈ പേഴ്സണ് നഷ്ടമാകാം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ ഭീതിയോട് കൂടിയാണ് സിറ്റുവേഷൻ നോക്കി കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഈ പേഴ്സന്റെ അടുത്ത പ്ലാൻ. അപ്പോൾ പിന്നെ ഈ പേഴ്സൺ ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇവിടെ ഈ പേഴ്സന്റെ ഫാമിലി അറിഞ്ഞിട്ടുണ്ടോ? ഇതൊരു ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പോകാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നഷ്ടമാകുന്നത് ഈ പേഴ്സണ് ബുദ്ധിമുട്ടാണ്. പക്ഷെ തമ്മിൽ ഭേദം ഏതാന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ലീഗൽ ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് അത് സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് സേവ് ചെയ്യണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് നശിക്കാതിരിക്കാൻ ഈ പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒളിവിൽ പോയേക്കുന്ന പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാരണം നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റില്ല, നിങ്ങളോടത് നോ പറയാനും പറ്റില്ല. കാരണം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഈ പേഴ്സന്റെ ജീവിതം മൊത്തത്തിൽ കുളമാകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടത്താൻ ആഗ്രഹിക്കുന്നില്ല, അബാൻഡൻ ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ അകന്ന് നിൽക്കുന്നത്. ഇപ്പൊ നോ കോൺടാക്റ്റിലാണ്. ഇത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. അടുത്ത കാർഡ് ഞാൻ നോക്കുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. യൂണിവേഴ്സ് പറയുന്ന ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല, ഒരു മാരേജ് നടക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും ഈ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യില്ല. ഈ പേഴ്സണ് ലീഗൽ പാർട്ട്ണറെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. കാരണം അവിടെയാണ് കൂടുതലും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ പേഴ്സന്റെ പല കാര്യങ്ങളും അതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫാമിലിയെ പ്ലീസ് ചെയ്യണം, ഈ പേഴ്സന്റെ ഇമീഡിയറ്റ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, പിന്നെ സൊസൈറ്റി, ആ പേഴ്സന്റെ ജോലി, ലോകത്ത് മീൻസ് ആ പേഴ്സണെ പരിചയമുള്ള എല്ലാവരെയും പ്ലീസ് ചെയ്യണമെങ്കിൽ, അവരെല്ലാം ഈ പേഴ്സണെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷൻ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ മാരേജ് ആണ് ഈ പേഴ്സൺ ചൂസ് ചെയ്യാൻ പോകുന്നത്. അത്ര ഹാപ്പി ആയിട്ടല്ല ചൂസ് ചെയ്യാൻ പോകുന്നത്, പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ നോക്കുമ്പോൾ ആ പേഴ്സണ് അതാണ് കറക്റ്റ് ചോയ്സ് എന്ന് മനസ്സിൽ തോന്നുന്നത് കൊണ്ട് മാരേജ് ആണ് പേഴ്സൺ ചൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ യൂണിവേഴ്സ്. അപ്പൊ അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇവിടെ ഇത് അബാൻഡൻ ചെയ്ത് പോയേക്കാണ് പേഴ്സൺ സാജിറ്റേറിയസ്. കാരണം ഇത് വലിയ പ്രശ്നമാകുമെന്ന് ഈ പേഴ്സൺ അറിയാം, അതുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടി വന്നത് കേട്ടോ. എന്നുവെച്ചാൽ ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നപ്പോൾ വെർഗോ, സ്കോർപിയോ, അക്വാരിയസ് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ആ പേഴ്സന്റെ ഫാമിലിയെ ചൂസ് ചെയ്തു. ആ പേഴ്സന്റെ പ്രസ്റ്റീജും പേഴ്സന്റെ ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്, സൽപ്പേരും. അതുകൊണ്ടാണ് ആ പേഴ്സൺ അത് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ റീഡിങ്.
ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർ റീഡിങ്, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, ഓക്കെ, ഓറക്കിൾ മെസ്സേജ് നോക്കാം നമുക്ക്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ശിവായ, ഓം നമ 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 ശിവായ. ഭഗവാനെ, ഓക്കെ, നമുക്ക് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ കാർഡ്, ഓക്കെ, ഈ 2 കാർഡും കൂടെ ഞാൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഒന്ന് പറയുന്നത് എംബ്രേസിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ വഴിയിലുള്ള മുമ്പോട്ട് പോകാനുള്ള മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള വഴിയിലുള്ള എല്ലാ വിഘ്നങ്ങളും ദൈവം മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രഷ് ബിഗിനിങ് നിങ്ങൾക്ക് തുടങ്ങാം, പ്രശ്നമില്ല. വേറൊരു കാർഡ് വന്നേക്കുന്നത് കറക്റ്റിങ് യുവർ മിസ്റ്റേക്ക്. ഇതാണ് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും തിരുത്താനുമുള്ള സമയം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ത്രോട്ട് ചക്ര, ഇത് കമ്മ്യൂണിക്കേഷനിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്. അപ്പോൾ ത്രോട്ട് ചക്ര ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇമോഷണൽ കൺട്രോൾ വെക്കണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈഗോ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഈ കാർഡ്സ്, ഇതിൽ 2 കാർഡ്സ് നേരത്തെ വന്നിട്ടുള്ളതാണ്, ആദ്യത്തെ റീഡിങ്ങിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈഗോ കുറച്ചൊന്ന് കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ഈഗോ അത്യാവശ്യമാണ് നമുക്ക്, നമ്മളുടെ പുരോഗതിക്ക് ഈഗോ ആവശ്യമാണ്. നമുക്ക് ഒട്ടും ഈഗോ ഇല്ലാത്തവരെല്ലാവരും തഴയും, അത് പാടില്ല. നമുക്ക് കുറച്ച് ഈഗോ വേണം. നമ്മൾ ആരാണെന്നും നമ്മൾക്കൊരു വില നമ്മൾ തന്നെ കൊടുക്കണം. അത് ഈഗോ ആണ്, എന്നാലും കുഴപ്പമില്ല, അത് ആവശ്യമാണ് നമുക്ക്, കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കിങ് ഓഫ് വോൺസ് ആണ്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചല്ല, നല്ല സെൽഫിഷ് ആയ ഒരു എനർജിയാണ് കിങ് ഓഫ് വോൺസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ്. ഫിസിക്കൽ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഫിസിക്കൽ അപ്പിയറൻസിന്, കാണാൻ എങ്ങനെയാണ്, സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണ് ഇഷ്ടപ്പെടാത്ത ആളുകളെ ഈ പേഴ്സൺ ഇഗ്നോർ ചെയ്യും, മനസ്സിലായി? അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ സ്വന്തം സൗന്ദര്യത്തിൽ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്ന ഒരു എനർജിയും കൂടിയാണിത്. അപ്പം പക്ഷേ ഒരു ലീഡറാണിത്. എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ്. അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ എനർജിയിൽ. പക്ഷേ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫിസിക്കൽ അപ്പിയറൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനത്തെ ഒരാളാണ്. എന്ന് വെച്ചാൽ ഒരു കാണാൻ ഭംഗിയുള്ളവർക്ക് പൊതുവേ ഉള്ള ഒരു ചിന്തയാണ് എല്ലാവരും അവരെ കാണണം എന്നൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ മറ്റുള്ളവരെ കാണുക എന്നതിൽ കൂടുതൽ നമ്മളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അതാണ് മെജോറിറ്റി ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ പേഴ്സൻ്റെയും. കിങ് ഓഫ് വോൺസും ഫാദർ ഓഫ് സ്വേർഡ്സും ഉണ്ട് ഇവിടെ. ഫാദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ്. ഈ പേഴ്സൺ ഇങ്ങനെ ഒരു ഇമ്പൾസീവായ എനർജിയാണ്, അതേപോലെ തന്നെ വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള, വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ലവേഴ്സ്, ആ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ആരെയോ ഒരു പേഴ്സൺ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, കേട്ടോ. ഒരു ലവർ, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ. അപ്പോൾ ചിലപ്പോൾ ഒരു സെയിം ജെൻഡറിലുള്ള 2 പേര് തമ്മിലുള്ള, കാരണം 2 കിങ്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. കിങ് ഓഫ് സ്വേർഡ്സും കിങ് ഓഫ് വോൺസും ഉണ്ട്. അപ്പോൾ 2 പേരും ചിലപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ട ആളും ഒരേ ജെൻഡറിലുള്ള, പെണ്ണും അല്ലെങ്കിൽ ആണും. അങ്ങനെയായിരിക്കും. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ്. ഇവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പേഴ്സണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? ഭഗവാനെ, ഓം നമ ശിവായ, നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അത് ജെമിനായി സോഡിയാക് സൈനാണ് ഇത് കണ്ടത്, കേട്ടോ. മറ്റേത് അക്വാരിയസ്, ലിബ്ര, ജെമിനായി.
അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? ഓക്കെ, ഇവിടെ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്, പൈസസ് ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ്. ഇവിടെ ഒരു നിരാശയുണ്ട് ഈ പേഴ്സണ്. പക്ഷേ അതുപോലെ തന്നെ ഇമോഷൻസിനെ ഭയങ്കര കൺട്രോളിൽ വെച്ചേക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ബഹളം ഉണ്ടാവുന്നുണ്ട്, ഒരു ബാലൻസ് ഇല്ലായ്മ. അപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സോൾമേറ്റ് കണക്ഷനുള്ള ആളുമായിട്ടാണ് ഈ പേഴ്സന്റെ പ്രശ്നം കേട്ടോ. ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് കമ്മിറ്റ്മെന്റ് കിട്ടുന്നില്ല ഈ പേഴ്സണ്. ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന ആളിൽ നിന്ന് ഈ പേഴ്സണ് കമ്മിറ്റ്മെന്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു ബാലൻസ് കൊണ്ടുവരാൻ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ, ഇത് എന്തുകൊണ്ടാണ്? കാരണം ചിലപ്പോൾ ഇവർ രണ്ടുപേരും വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കാം. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അടുത്തു, മനസ്സിലായോ? പക്ഷേ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ രണ്ടുപേർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് കഴിയുന്നില്ല. ഇപ്പം അതിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാവുന്നുണ്ട് ഇവർ തമ്മിൽ. അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് സംസാരം വരുമ്പോൾ തന്നെ മറ്റേ ആള് മുങ്ങിക്കളയുന്നുണ്ട്. കുറെ നാള് പിന്നെ കോണ്ടാക്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഈ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒന്നും നടക്കാൻ പോകും, പക്ഷെ അത് ഭയങ്കര ദുഃഖമായിട്ട് വരുന്നുണ്ട്. പക്ഷെ വേറൊരു വഴിയില്ല, ആക്സെപ്റ്റ് ചെയ്യണം, ഞാൻ ഇതിൽ നിന്ന് മുമ്പോട്ട് പോകണം. എനിക്ക് ഇതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു മാനസിക നിലയിലാണ് ഈ പേഴ്സൺ. ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അതാണ്. പേഴ്സൺ സ്നേഹിക്കുന്ന ആള് ഈ പേഴ്സണ് കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിന് പുറകെ നടന്ന് വെറുതെ എൻ്റെ സമയം കളയാനും ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും പകരം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇത് ഓക്കെ, എനിക്ക് വിധിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം, ഒരു ചിന്ത ഈ പേഴ്സന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്ര നല്ല ഒരു ഇമോഷണൽ സിറ്റുവേഷനിലല്ല ഈ പേഴ്സൺ. കാരണം ഭയങ്കര സങ്കടത്തിലാണ് ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഈഗോ ഉള്ളത് കൊണ്ട് ആ പേഴ്സണോട് കാല് പിടിക്കാനും പറ്റില്ല. എന്നെ വിട്ട് പോകരുതെന്ന് പറയണമെന്ന് മനസ്സിലുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് ഈഗോ ഉള്ള എനർജിയാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ എയറും ഫയറുമാണ്. എയറും ഫയറും കൂടെ ചേരുമ്പോൾ ഫയറിന് ആളിക്കത്താനുള്ള ഒരു ചാൻസ് കിട്ടും, മനസ്സിലായി? അതുകൊണ്ട് എയർ സൈനിനോട് ഒരു ഫയർ സൈൻ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം എയർ സൈൻ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതാണ്, ഒരാളിന് സ്റ്റക്ക് ആവണമെന്നില്ല എയർ സൈനിന്. ഫയർ സൈൻ അങ്ങനെയല്ല, ഒരു ആളിക്കത്താനുള്ള ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വിട്ട് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫയർ സൈൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഫയർ സൈനിന് അതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് തോന്നുന്നത്. നിങ്ങളാണോ ഇത് അറിയില്ല. എന്തായാലും ഈ പേഴ്സൺ വളരെ സങ്കടത്തിലാണ്, മുമ്പോട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ്. ഇനി എന്താണ് ഈ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ? ഇനി എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു പോകും, അതാണ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ഇപ്പോൾ സ്നേഹിക്കുന്ന ആളും കൂടെയുള്ള ആളും രണ്ട് പേരാണ്. അപ്പൊ ഈ സ്നേഹിക്കുന്ന ആളുടെ സ്നേഹം തിരിച്ചു കിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് ശരിക്കുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകും. പക്ഷെ സ്നേഹിക്കുന്ന ആളോടുള്ള ആ സ്നേഹം അത് തുറന്ന് പറയാതെ ഉള്ളിൽ അടച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ കൂടെയുള്ള ആളെ ഈ പേഴ്സൺ പറ്റിക്കും എന്ന് വെച്ചാൽ ഈ പേഴ്സൺ കൂടെയുള്ള ആളെ സ്നേഹിക്കുന്നില്ല, സ്നേഹിക്കുന്നത് വേറെ ആളെയാണ്. പക്ഷെ അത് വളരെ സീക്രട്ടീവായ റിലേഷൻഷിപ്പാണ്. ഒന്നാമത് ഒരേ ജെൻഡറിലുള്ള രണ്ടുപേരാണ്. അതുപോലെ തന്നെ രണ്ടുപേരും വേറെ ആൾക്കാരോട് കമ്മിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷൻ വളരെ സീക്രട്ടീവായിട്ട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ മനസ്സിലെ ശക്തി മുഴുവനും ശേഖരിച്ച് ഈ ഇപ്പോൾ സ്നേഹമുള്ള ആളോടുള്ള സ്നേഹം മറച്ചു വെച്ച് അത് ഉള്ളിലൊതുക്കി ജീവിക്കാനാണ് പ്ലാൻ. അപ്പോൾ കറണ്ട് പാർട്ട്ണറോട് കൂടെയുള്ള റിലേഷൻഷിപ്പിന് അതിനെ വർക്ക് ചെയ്ത് അതൊന്ന് സക്സസ്ഫുൾ ആക്കാം എന്ന ഒരു ചിന്ത ഈ പേഴ്സന്റെ മനസ്സിൽ വളർന്നു വരുന്നുണ്ട്. ലിയോ ഉണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
നിങ്ങളോട് ഈ പേഴ്സണ് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് ഈ പേഴ്സണ് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? ഇതൊരു നിങ്ങളോട് ഭയങ്കര റിഗ്രറ്റ് ആണ്, ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം നിങ്ങളെയാണ് ഈ പേഴ്സൺ സ്നേഹിക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ വളരെ സങ്കടമുണ്ട്. പക്ഷേ ആ പേഴ്സണിൻ്റെ സെക്യൂരിറ്റി ആ പേഴ്സൺ നോക്കണം. നിങ്ങളുടെ പുറകെ നടന്ന് ഈ എന്താ പറയുക, ചിലരുണ്ടല്ലോ റിലേഷൻഷിപ്പിലേക്ക് പോയി ഞാൻ പിന്നെ വേറെ ഒന്നും വേണ്ട എല്ലാം നശിപ്പിച്ച് ആ റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോകും. പക്ഷേ ഇതൊരു പ്രാക്ടിക്കലായ ഒരാളാണ്, ഈഗോ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരാളുടെ പുറകെ നടന്ന് എത്ര സ്നേഹമാണെങ്കിലും ആ ആൾ റെസിപ്രൊക്കേറ്റ് തിരിച്ച് കൊടുത്തില്ല സ്നേഹമെങ്കിൽ അതിൻ്റെ പുറകെ നടക്കാൻ, സ്നേഹം ഉള്ളിലുണ്ട് പക്ഷേ അതിൻ്റെ പുറകെ യാചിച്ചുകൊണ്ട് നടക്കാൻ മനസ്സില്ലാത്ത ഒരു എനർജിയാണ്. പേഴ്സൺ ഭയങ്കര ധനമുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ച് പഴയ റിലേഷൻഷിപ്പ്, ഇപ്പം ഉള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനാണ് പ്ലാൻ. അത് വർക്ക് ചെയ്ത് ഇനി പിന്നെ ബിസിനസ്സും അല്ലെങ്കിൽ ജോലി, പൈസയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ളതിൽ വളരെ ഒരു സങ്കടമുണ്ട്, നിങ്ങൾ പോയതിൽ റിഗ്രറ്റ് ഉണ്ട്. ഇത് മീൻസ് ഇനി ഒരിക്കലും നന്നാവില്ല എന്നൊരു, റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആവില്ല, ഒരിക്കലും നിങ്ങൾക്ക് കൂടിച്ചേരാൻ പറ്റില്ല എന്നൊരു ചിന്ത ഇവിടെയുണ്ട്. അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇത് സക്സസ്ഫുൾ ആകില്ല എന്നൊരു ചിന്ത ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇവിടുത്തെ സോഡിയാക് സൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞാണ്, ഞാൻ നോക്കിയതാണത്. അപ്പോൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ് ഓറക്കൽ മെസ്സേജാണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, നമുക്ക് നോക്കാം. ഭഗവാനെ രണ്ട് കാർഡ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി വരുമെന്ന് നോക്കാം. ഭഗവാനെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. രണ്ട് കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ നിന്നല്ല, നിങ്ങൾക്ക് പുറത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റു പലരും ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെല്ലാം എന്താ പറയുക, തരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഭൈരവനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഉൾഭയം ഇഷ്ടം പോലെ ഉണ്ട്, പുറത്തുനിന്നുള്ള ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക കേട്ടോ, അതാണ് പ്രതിവിധി. ഓക്കെ, നിങ്ങളുടെ ഈ പേഴ്സൻ്റെ എന്താണ് മാനസികാവസ്ഥ? ഡെത്ത്, ഒരവസാനം, എന്തിൻ്റെയോ ഒരു അവസാനം, ഇത് തീർന്നു എന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം മരിച്ചു എന്ന് പറയില്ലേ, ചില റിലേഷൻഷിപ്പ് മരിച്ചു, നീ എനിക്ക് മരിച്ചതിന് തുല്യമാണെന്നൊക്കെ ചിലർ പറയില്ല, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സ്കോർപ്പിയോ സോഡിയാക് സൈൻ ആണ്. സ്കോർപ്പിയോ സോഡിയാക് സൈൻ എല്ലാ സ്കോർപ്പിയൻസും അല്ല. ചില സ്കോർപ്പിയോസ് പെട്ടെന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അവരെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എക്സ്ട്രീമിലേക്കാണ് പോവുക. വേണ്ട, ഇത് നടക്കില്ല, എനിക്കിനി തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇവരൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ എത്ര ദ്രോഹിച്ചാലും അവർ ആ സമയത്ത് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളേക്ക് ആ പേഴ്സണെ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്താലും ശരിക്കുമുള്ള സ്നേഹമാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ആ ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയാണ് സ്കോർപ്പിയൻസിൻ്റെ ഒരു പ്രത്യേകത. അവരൊരിക്കലും വളരെ അഗാധമായി സ്നേഹിക്കുന്ന ആളെ മറക്കില്ല. ദേഷ്യം വരുമായിരിക്കും, പ്രതികാര ചിന്തയൊക്കെ വരും, പക്ഷേ മറക്കില്ല ഒരിക്കലും. ഓക്കെ, ഇവിടെ സ്കോർപ്പിയോ ആണത്. ഇത് കിങ് ഓഫ് പെൻറ്റക്കിൾസും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ആണ്.
ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നമാണോ? ഈ പേഴ്സന്റെ ലൈഫിൽ ഈ പേഴ്സന്റെ അച്ഛനും ഈ പേഴ്സണും തമ്മിലുള്ള പ്രശ്നമാണോ? അപ്പോൾ അച്ഛൻ മരിച്ചോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തോ ഒരു കാര്യം. എന്തായാലും ഇത് കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ പണമുള്ള ഒരു എനർജിയാണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ മകനാണ്. അതിന് ഒരു പടി താഴെ. അപ്പോൾ പണത്തിൻ്റെ ഒരു നല്ല പണമുള്ള ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു. പക്ഷേ ഒരാൾ മരിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ ആ ഒരു ദുഃഖത്തിലായിരിക്കാം. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ, അച്ഛൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരിക്കാം. അപ്പോൾ മകൻ ഇനി ഫ്യൂച്ചർ പ്ലാൻ ചെയ്യണം. നമ്മളുടെ പേരൻസ് ഉള്ളപ്പോൾ നമ്മൾ അവരുടെ വില അറിയില്ല. നമ്മളെ മക്കളേന്ന് വിളിക്കുന്നത്, മോനെ മോളേന്ന് വിളിക്കുന്നത് അവർ മാത്രമാണ്. അപ്പോൾ ഈ ഒരാൾക്ക്, ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും, ആരോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ദുഃഖമായ എനർജി എനിക്ക് വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് ഈ പേഴ്സൺ. ആ ഒരു ചിന്തയിലാണ്, മരണം അതിൽ നിന്ന് പോന്നിട്ടില്ല ആ പേഴ്സൺ, കേട്ടോ. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അത് സ്കോർപിയോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ഇത് അച്ഛൻ തന്നെ ആവണമെന്നില്ല, അമ്മയും ആകാം. പക്ഷെ സ്ട്രോങ് ആയിട്ടൊരു മെയിൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. 2 മെയിൽ എനർജീസിനെയാണ് കാണിച്ചത് ഇവിടെ ഭഗവാനെ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? പേഴ്സന്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? പേഴ്സന്റെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ഭയങ്കര സ്ട്രെസ്സിലാണ് ഈ പേഴ്സൺ. ഒരു ഡയറക്ഷൻ ഇല്ല, ഒരു വെയിറ്റിങ്ങിലാണ്. എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നമ്മളെ നോക്കി വളർത്തുന്ന നമ്മളുടെ തലയ്ക്ക് മേലെ അവർ നിൽക്കുമ്പോൾ, അച്ഛനും അമ്മയൊക്കെ അവരുടെ കൈ ഒരു അനുഗ്രഹം പോലെ നിൽക്കുമ്പോൾ, അവരില്ലാതാവുമ്പോൾ പിന്നെ നമുക്കൊരു തപ്പലാണ്, എന്ത് ചെയ്യണം? അതുവരെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ഭയങ്കര ടെൻഷനിലാണ് ഈ പേഴ്സൺ. ഭയങ്കര ഇമോഷണൽ പ്രശ്നത്തിലാണ്. ഭയങ്കരമായ ഇമോഷണൽ പ്രശ്നത്തിലാണ് ഈ പേഴ്സൺ. ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലുമാണ്, കേട്ടോ. പക്ഷേ ഒട്ടും ഹാപ്പി അല്ല. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ചിലപ്പോൾ അച്ഛൻ അത് വേണ്ട എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അച്ഛന് ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അച്ഛനെതിരെ ഈ പേഴ്സൺ പോയിട്ടുണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ലാത്ത സിറ്റുവേഷനാണ്. അച്ഛനുമില്ല, റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ്സും ഇല്ല എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ സ്നേഹിച്ചിരുന്ന ആളെ തന്നെയാണ് ഈ പേഴ്സണൽ ലൈഫിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം അച്ഛൻ നഷ്ടപ്പെട്ടത് കൊണ്ട്, അച്ഛനെ എതിർത്ത് പോയ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ആ ഒരു ഇമോഷണൽ ട്രോമയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ 2ാമത് ജീവിതം പടുത്തുയർത്തണം. കാരണം ചിലപ്പോൾ അച്ഛൻ നടത്തിയിരുന്ന ബിസിനസ്സിന് കൂടെ നിന്നിരുന്ന ഒരാളായിരിക്കാം മകൻ. മെയിൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കൂടുതലും. ഒരു ഫീമെയിൽ എനർജിയും കാണിക്കുന്നില്ല. ഇവിടെ വന്നേക്കുന്നത് മുഴുവൻ എംപററും കിങ് ഓഫ് സ്വേർഡ്സും ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസും നൈറ്റ് ഓഫ് പെന്റക്കിൾസും ഒക്കെയാണ് വന്നേക്കുന്നത്. ഫീമെയിൽ എനർജി ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഫീമെയിൽ എനർജിക്ക് ഇവിടെ ഒരു മുൻതൂക്കമില്ല. ഇത് ചിലപ്പോൾ ഫീമെയിൽ എനർജി ആയിരിക്കാം, പക്ഷെ മാസ്കുലിൻ സ്വഭാവമുള്ളൊരു ഫീമെയിൽ എനർജി എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക, എനിക്കറിയില്ല എന്താണ്. പക്ഷേ ഇവിടെ വളരെ സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെ ദാമ്പത്യപരമായിട്ട് ഭയങ്കര ഹാപ്പി ആണെങ്കിലും അച്ഛൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തത് കൊണ്ടുള്ള ആ ഒരു മനസ്സിനൊരു കുറ്റബോധം ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു ബാലൻസ് ഇല്ലായ്മ, അച്ഛൻ്റെ എതിരെ പോയിട്ട് അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ ഉള്ളൊരു സങ്കടം ഈ പേഴ്സണ് മനസ്സിലുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ കരകയറും ഞാൻ എന്ന ഒരു ചിന്തയാണ് ഈ പേഴ്സണ്. പേഴ്സന്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ഈശ്വര, എന്തായിരിക്കാണ് ഈ പേഴ്സന്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? തട്ടിത്തെറിപ്പിക്കുന്ന പോലെയാണ് പോയത്. ഈ പേഴ്സന്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ഇനി ഈ പേഴ്സൺ 2ാമത് സെൽഫ് കെയറും സെൽഫ് റെസ്പെക്റ്റും എല്ലാം പഠിച്ചെടുക്കണം. മനസ്സിലായോ? ഭയങ്കര ഹാർട്ട് ബ്രേക്കിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ ഇനി തേർഡ് പാർട്ടി കണക്ഷൻ ഒന്നും വേണ്ട. അപ്പോൾ ഈ പേഴ്സണ് ചിലപ്പോൾ
തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പച്ച അതിനെതിരായിരുന്നിരിക്കാം. മനസ്സിലായോ? ഈ പേഴ്സൺ സ്നേഹിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ചിലപ്പോൾ അച്ഛൻ്റെ ഇഷ്ടത്തിനായിരിക്കും വിവാഹം നടന്നത്. അറിയില്ല എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. കാരണം ആദ്യം കാണിച്ചത് അച്ഛൻ എന്തിനോ എതിർത്തിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം കാണിക്കുന്ന ഒരു തേർഡ് പാർട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ അച്ഛന് അറിയാമായിരിക്കാം ഈ പേഴ്സണ് ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. അച്ഛൻ അതിനെ എതിരായിരുന്നിരിക്കാം. അപ്പോൾ ഇവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ കണ്ടത് അച്ഛൻ ആക്സെപ്റ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പും അത് കൂടാതെ ഈ പേഴ്സണ് വേറൊരു റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും അറിയില്ലായിരിക്കും. എന്തായാലും ഈ പേഴ്സൺ അത് ഉപേക്ഷിക്കാൻ പോവുകയാണ്. തേർഡ് പാർട്ടി കണക്ഷൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. എന്തായാലും ഒരു എന്താ പറയുക, ഒരു പ്രായശ്ചിത്തം പോലെയാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഇനി തിരിച്ചു വന്നാലും ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യില്ല. ആ സിറ്റുവേഷൻ ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. തേർഡ് പാർട്ടി അത് നിങ്ങൾക്കും ഗുണകരമാകും. നിങ്ങളായിരിക്കാം ഈ പേഴ്സൻ്റെ ആ ലവ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്തായാലും ഒരു ഹാർട്ട് ബ്രേക്ക്, തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ ഇഷ്ടമുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടാവും അവർ പോകുമ്പോൾ. പക്ഷെ എന്നാലും ഒരു റീകൺസിലിയേഷന് ട്രൈ ചെയ്യില്ല. അവിടെ നിന്ന് മുമ്പോട്ട് പോവുക. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഈ പേഴ്സൻ്റെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അത് ഈ എന്താ പറയുക, അച്ഛൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് പ്രവർത്തിച്ച കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കണം എന്നാണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അതുപോലെ തന്നെ ഈ പേഴ്സൺ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരു പ്രായശ്ചിത്തം പോലെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ആദ്യം ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ അല്ല ഈ പേഴ്സൺ മറച്ചു വെച്ചേക്കാണ്. നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഉണ്ട് എന്നല്ലേ. അതന്നെ 10 ഓഫ് കപ്സ് ആണ് റിലേഷൻഷിപ്പ്. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക, തേർഡ് പാർട്ടി കണക്ഷൻ എന്തിനാണ് തുടങ്ങിയതെന്ന് ഈ പേഴ്സൺ അറിയില്ല. ചിലപ്പോൾ ഒരു വാശിക്ക് തുടങ്ങിയതായിരിക്കും, അച്ഛനോടുള്ള വാശിക്കായിരിക്കാം എന്തായാലും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഈ റീഡിങ്ങിൽ നിങ്ങൾക്കൊരു ഇതില്ല. ഈ പേഴ്സൻ്റെ എന്താ പറയുക, മനസ്സാണ് ഇത് മുഴുവനും. പേഴ്സൻ്റെ ലൈഫിലുള്ള നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെ പേഴ്സൺ മാറ്റി നിർത്തിയേക്കാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളുമായിട്ട് ഇത് ഇൻവോൾവ്മെന്റ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം പേഴ്സണ് സോൾവ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഒരു പേഴ്സണൽ ക്ലോഷർ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പീസ്ഫുൾ ആയിട്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടരാൻ പറ്റുള്ളൂ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ അതുവരെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആണ്, പക്ഷേ ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ആ പഴയ ഫീലിംഗ് തരാൻ ഈ പേഴ്സണ് പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം മനസ്സിൽ കുറ്റബോധങ്ങളുണ്ട് ഈ പേഴ്സണ് കേട്ടോ. അപ്പോൾ തെറ്റായ ചോയ്സ് എടുത്തു എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. ഓക്കെ, അപ്പം അത് മാറ്റണം. അപ്പം നിങ്ങളോടുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് ഒന്നും ഇവിടെ വരുന്നില്ല കേട്ടോ. ഒരു ക്ലോഷറിന് ഇതെങ്ങനെയെങ്കിലും ഈ കുറ്റബോധമൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് മനസ്സൊന്ന് ശാന്തമാവുമ്പോഴാണ് പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അക്വേറിയസ്, ഏരീസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. Taurus, Leo, Aquarius, Scorpio. Aries, Leo, പിന്നെ സ്കോർപ്പിയോ. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരുടെ സപ്പോർട്ടിനും എല്ലാവിധ സപ്പോർട്ടിനും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് നൽകാൻ ഇടയാകട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.